പ്രഷറെ ഇനി ശരീരഭാരം കൂടിയാൽ കുറച്ചൊന്ന് പാടുപെടേണ്ടി വരും. ആരോഗ്യത്തിലും ഫിറ്റ്നസ്സിലും ഇനി ഉഴപ്പാനേ പറ്റില്ല. ആർക്കു ഭാരം കൂടിയാൽ എവിടെ എന്താണ് കുഴപ്പമെന്നൊക്കെയാവും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നല്ലേ. കാര്യം മറ്റൊന്നുമല്ല, എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ ഫിറ്റ്നസ് നിയമങ്ങളൊക്കെ കർശനമാക്കാൻ പോവുകയാണ്. അതായത് ശരീരഭാരം കൂടുന്നത് ക്യാബിൻ ക്രൂവിന്റെ ശമ്പളം കുറയ്ക്കാൻ ഇടയാക്കും. മെയ് 1 മുതലാണ് ഈ കർശനമായ ആരോഗ്യ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്കൊപ്പം പങ്കുവയ്ക്കാനായിട്ട് സന്ധ്യ പ്രഭ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സന്ധ്യ, തീർച്ചയായിട്ടും ആരോഗ്യം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു നീക്കം വരാനുള്ള കാര്യം എന്താണ്? എന്തൊക്കെയാണ് ഈ പുതിയ മാനദണ്ഡങ്ങളിൽ പറയുന്നവ? ജയ, ഈ ശരീരഭാരം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ BMI ബോഡി മാസ് ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഓരോ മനുഷ്യനും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് BMI മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ക്യാബിൻ ക്രൂവിൻ്റെ ജോലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരുപാട് ഫിസിക്കലി നമ്മൾ ആക്റ്റീവായിട്ടിരിക്കേണ്ട ഒരു ജോലിയാണ് ക്യാബിൻ ക്രൂവിൻ്റെ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു വിമാനത്തിൻ്റെ അകത്തുള്ളൊരു സ്പേസ്, വളരെ ഇടുങ്ങിയ ഒരു സ്പേസിൽ കൂടെയാണ് ഈ പറഞ്ഞ ക്യാബിൻ ക്രൂ അവർ നടക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് എത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കേണ്ടവരാണ്. അതുപോലെ തന്നെ വലിയ ഭാരങ്ങൾ ചുമക്കേണ്ടവർ, ഓക്സിജൻ സിലിണ്ടർ, അതുപോലെ ഫുഡ് ട്രേ ആയി പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് പോകേണ്ടത്, അങ്ങനെ വളരെ ഭാരമേറിയ വസ്തുക്കൾ ചുമക്കേണ്ട ജോലി അവർക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഒരു ഹൈജാക്കിംഗ് നടക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെടുന്നു. അപ്പോൾ വളരെ ക്വിക്കായിട്ട് ഇടപെടേണ്ടവരാണ് ഈ ക്യാബിൻ ക്രൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ വളരെ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എയർ ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത് BMI വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എയർ ഇന്ത്യ ഇനി നോക്കുമെന്നതാണ്. ഇപ്പോൾ ക്യാബിൻ ക്രൂ ജോലിയിൽ അപ്പിയറൻസിനും ലുക്സിനും ഒക്കെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നതാണ് ക്യാബിൻ ക്രൂവിൻ്റെ ജോലി എന്ന് നമുക്കറിയാവുന്നതാണ്. തുടക്കത്തിൽ ഈ പറഞ്ഞ BMI ഒക്കെ നോക്കുമെങ്കിലും ജോലി കിട്ടിയതിന് ശേഷം ഒരുപക്ഷെ ഇതൊന്നും മോണിറ്റർ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. ഇപ്പോൾ എയർ ഇന്ത്യ പറയുന്നത് മെയ് 1 മുതൽ പുതിയൊരു നിയമം വരികയാണ്. BMI കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാത്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നതാണ് എയർ ഇന്ത്യ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാത്തവർക്കെതിരെ എടുക്കുന്ന നടപടി എന്ന് പറയുമ്പോൾ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ, അല്ലെങ്കിൽ അവധിയിൽ പോകാൻ പറയും. അതായത് ശമ്പളമില്ലാതെ അവധിയിൽ പോകാൻ പറയും. അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് കൃത്യമായൊരു സമയം കൊടുക്കും. അതിനിടയിൽ ഈ BMI മെയിൻറ്റെയിൻ ചെയ്ത് തിരിച്ചു വരേണ്ടി വരും. ഇങ്ങനത്തെ നിലപാടുകളാണ് എയർ ഇന്ത്യ എടുക്കാൻ പോകുന്നത്. മെയ് 1 വരെ, അതായത് 1 മാസത്തെ ഒരു സമയം കൂടി ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒരു തരത്തിൽ നോക്കിയാൽ ക്യാബിൻ ക്രൂ BMI മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ജോലിയിലുള്ളവരടുത്ത് ഇങ്ങനെ ഒരു കാര്യം, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അതിലൊരു മനുഷ്യാവകാശ ലംഘനവും നിലനിൽക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുത തന്നെയാണ്. ഇനി ഈ ക്യാബിൻ ക്രൂവിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ പോലീസ് സേനയൊക്കെ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരുന്നത് അവരുടെ ബോഡി ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലേ. ഇപ്പോൾ ഒരു ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് വളരെ കർശനമായി സ്ട്രിക്റ്റായി ഒരുപാട് ഫിസിക്കൽ എക്സസൈസ് കാര്യങ്ങൾ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നവരെ പിന്നീട് ഒരു മോണിറ്ററിംഗ് നടക്കുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ക്യാബിൻ ക്രൂവിൻ്റെ കാര്യം വരുമ്പോൾ ഇതും ശരിക്കും നമുക്ക് ചേർത്ത് വെച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പോലീസ് സേനയിലും ഒക്കെ ഇതുപോലുള്ളൊരു മോണിറ്ററിംഗ് വരുന്നെങ്കിൽ പോലീസ് സേനയും വളരെ ആക്റ്റീവായിട്ട് നിൽക്കേണ്ട, വിജിലൻ്റ് ആയിട്ട് നിൽക്കേണ്ടത്, വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കേണ്ട ഒരു വർക്ക് ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ അവരിലും ഇത്തരം മോണിറ്ററിംഗ് വരുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൂടി ഇതിനോട് ചേർത്ത് വെച്ച് പറയേണ്ടതും.